എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 85-ാം ദിവസം. ഇന്ന് 841 മുതൽ 850 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ഭാവജ്ഞായേ നമഃ. ഓം ഭവരോഗഘ്നേ നമഃ. ഓം ഭവചക്രപ്രവർത്തിന്യേ നമഃ. ഓം ഛന്ദസാരായേ നമഃ. ഓം ശാസ്ത്രസാരായേ നമഃ. ഓം മന്ത്രസാരായേ നമഃ. ഓം തലോദരിയേ നമഃ. ഓം ഉദാരകീർത്തേ നമഃ. ഓം ഉത്ഥാമവൈഭവായേ നമഃ. ഓം വർണ്ണരൂപിണ്യേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം ഭാവജ്ഞായേ നമഃ. ഓം ഭവരോഗഘ്നേ നമഃ. ഓം ഭവചക്രപ്രവർത്തിന്യേ നമഃ. ഓം ഛന്ദസാരായേ നമഃ. ഓം ശാസ്ത്രസാരായേ നമഃ. ഓം മന്ത്രസാരായേ നമഃ. ഓം തലോദരിയേ നമഃ. ഓം ഉദാരകീർത്തയേ നമഃ. ഓം ഉത്ഥാമവൈഭവായേ നമഃ. ഓം വർണ്ണരൂപിണ്യേ നമഃ. അപ്പോൾ ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം. ഓം ഭാവജ്ഞായേ നമഃ. ഭാവജ്ഞ, ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും മനോഭാവത്തെ തിരിച്ചറിയുന്നവളാണ് ദേവി. ഭാവജ്ഞ എന്ന് വെച്ചാൽ, ഭാവം എന്ന് വെച്ചാൽ മനോഭാവം. ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും മനോഭാവത്തെയും തിരിച്ചറിയുന്നവളാണ് ദേവി. അപ്പം ദേവി എല്ലാം കാണുന്നു. സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാം ദേവി തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള അജ്ഞതയെ ദേവി തിരിച്ചറിയുന്നു. ഓം ഭവരോഗഘ്നേ നമഃ. ഭവരോഗഘ്നി എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിലിരിക്കുന്ന എല്ലാ മനുഷ്യജീവനും എന്താണ്, ജീവിത പ്രാരാബ്ധങ്ങളെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഈ സംസാരത്തിലിരിക്കുന്ന എല്ലാ മനുഷ്യജീവനും ജീവിത പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ട്. ആ ജീവിത പ്രാരാബ്ധങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നവളാണ് ദേവി. ഓം ഭവചക്രപ്രവർത്തിന്യേ നമഃ. ഭവചക്രപ്രവർത്തിന്യേ, സംസാരം ഒരു ചക്രമാണ്. ഇവിടെ സംസാരം എന്ന് പറയുന്നത് ലോകം ഒരു ചക്രമാണ്. അതിനെ പ്രവർത്തിപ്പിക്കുന്ന എന്താണ്, ആ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നവളാണ് ദേവി. അപ്പോൾ സംസാര ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവൾ ദേവിയാണ്. നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതും ദേവിയാണ്. അപ്പം ഇനി അടുത്തത് ഛന്ദസാര. ഓം ഛന്ദസാരായേ നമഃ. ഛന്ദസാര എന്ന് വെച്ചാൽ ഈ ഛന്ദസ്, വേദങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വൃത്തമാണ് ഛന്ദസ് എന്ന് പറയുന്നത്. അങ്ങനെ വേദമന്ത്രങ്ങളിൽ സാരമായിരിക്കുന്നത്, സത്തായിരിക്കുന്നവളാണ് ദേവി. വേദമന്ത്രങ്ങൾ, ദേവിയുടെ ഉപദേശങ്ങളാണ് വേദങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വേദമന്ത്രങ്ങളിൽ സാരമായിരിക്കുന്ന, അല്ലെങ്കിൽ ദേവമന്ത്രങ്ങളുടെയൊക്കെ സത്തായിരിക്കുന്നത് ദേവിയാണ്. ഓം ശാസ്ത്രസാരായേ നമഃ. നമുക്ക് ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. വേദങ്ങൾ, വേദാംഗങ്ങൾ, വേദാന്തം, ഇവയിലൊക്കെ എന്താണ്, ഇതെല്ലാം ദേവിയാണ്. അപ്പം നമ്മുടെ ഈ വേദങ്ങളും വേദാംഗങ്ങളും വേദാന്തവും ഒക്കെ പഠിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അതിൽ നിന്നും കിട്ടുന്ന അറിവിലൂടെ ദൈവിക ശക്തിയോട് അടുക്കുക എന്നുള്ളതാണ്. ദേവിയോട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. ആ ദൈവിക ശക്തി അടുക്കാൻ വേണ്ടിയാണ്, ദേവിയോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ വെറുതെ വായിക്കുക എന്നുള്ളതല്ല. ഇനി അടുത്തത് മന്ത്രസാരായേ നമഃ. മന്ത്രസാര എന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രങ്ങളുടെയും സാരഭൂതമായിട്ടുള്ളവൾ ദേവിയാണ്. അപ്പോൾ എല്ലാ മന്ത്രങ്ങളുടെയും സാരഭൂതിയായിട്ടുള്ളവൾ ദേവിയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം. എങ്കിലേ നമുക്ക് ദേവിയെ കൂടുതൽ അറിയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ മന്ത്രങ്ങൾ ഇങ്ങനെ ഒരു ഈണത്തിലങ്ങ് ചൊല്ലിപ്പോയാൽ അത് നമ്മൾ അങ്ങനെ ജപിക്കുന്നതിലും നമുക്ക് എന്താണ് വേണ്ടത്, വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. അതിലെ ഓരോ മന്ത്രങ്ങളും നമ്മൾ അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം. എങ്കിൽ മാത്രമേ നമുക്ക് ദേവിയുടെ ദേവി പ്രസാദം ലഭിക്കുകയുള്ളൂ എന്നാണ്. വെറുതെ വായിക്കുന്നതും ഓരോ മന്ത്രങ്ങളുടെ അർത്ഥം അറിഞ്ഞ് വായിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ദേവിയുടെ മന്ത്രം അറിഞ്ഞ് നമ്മൾ ഹൃദയത്തിൽ നിന്ന് വേണം ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലാനെന്നാണ്. അപ്പം ഓം തലോദരിയേ നമഃ. തലോദരി എന്ന് വെച്ചാൽ തലോദരം, തലം എന്ന് വെച്ചാൽ കൈത്തലം.
അപ്പോൾ കൈത്തലം കൊണ്ട് പിടിച്ചാൽ അടങ്ങുന്ന ഉദരത്തോടു കൂടിയവൾ എന്ന് പറഞ്ഞാൽ കൃശമായ ഉദരത്തോടു കൂടിയവളാണ് ദേവി. അതാണ് തലോദരി. ഓം ഉദാര കീർത്തിയെ ഉദാര കീർത്തി എന്ന് വെച്ചാൽ ഉദാരമായിട്ട് കീർത്തിയെ പ്രദാനം ചെയ്യുന്നവൾ. അപ്പോൾ ഉദാരമായിട്ട് കീർത്തിയെ പ്രദാനം ചെയ്യുന്നവൾ എന്ന് വെച്ചാൽ ദേവിയെ അടുത്തറിയുന്നവർ, ദേവിയോട് അടുക്കുന്നവർക്ക് ദേവി കീർത്തിയും പ്രശസ്തിയും ഒക്കെ പ്രദാനം ചെയ്യുന്നു. തൻ്റെ ഭക്തന്മാർക്ക്, ഇപ്പോൾ ദേവിയെ ഉപാസിക്കുന്നവർക്ക്, ദേവിയോട് അടുക്കുന്നവർക്കെല്ലാം ദേവി എന്ത് കൊടുക്കുന്നു? ദേവി കീർത്തിയെ അല്ലെങ്കിൽ പ്രശസ്തിയെ പ്രദാനം ചെയ്യുന്നു. തൻ്റെ ഭക്തർക്ക് എപ്പോഴും ദേവി ഉദാരമായിട്ടാണ് കീർത്തിയെ പ്രദാനം ചെയ്യുന്നത്. ഇനി ഉത്ഥാമ വൈഭവായേ നമ. ഉത്ഥാമം എന്ന് വെച്ചാൽ പരിധിയില്ലാത്ത മാഹാത്മ്യങ്ങളോട് കൂടിയവളാണ് ദേവി. ഉത്ഥാമ വൈഭവ എന്ന് വെച്ചാൽ പരിധിയില്ലാത്ത മാഹാത്മ്യങ്ങളോട് കൂടിയവൾ. നമുക്കറിയാം, നമ്മൾ ഇതുവരെ ചൊല്ലിയ നാമങ്ങളിലൊക്കെ ഇത്രയും നാമങ്ങൾ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവിക്ക് ഒരു പരിധിയുമില്ല. അതുപോലെ മഹത്വമാണ്, അതുപോലെ മാഹാത്മ്യങ്ങളാണ് ദേവിക്കുള്ളത്. അങ്ങനെ പരിധിയില്ലാത്ത മാഹാത്മ്യങ്ങളോട് കൂടിയവൾ ദേവി. ഓം വർണ്ണരൂപിണ്യേ നമ. വർണ്ണം എന്ന് വെച്ചാൽ അക്ഷരം. അക്ഷരസ്വരൂപത്തിൽ അക്ഷരങ്ങളായിരിക്കുന്നതും ദേവിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ദേവിയോട് ഓരോ നാമം ചൊല്ലുമ്പോഴും ആ നാമത്തിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കി നമ്മൾ ദേവിയോട് കൂടുതൽ അടുക്കുകയാണ്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, മന്ത്രത്തിൻ്റെ സാരമറിഞ്ഞു വേണം പറയാൻ, അല്ലാതെ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. മന്ത്രസാര എന്ന് പറയുന്നുണ്ട്. എല്ലാ മന്ത്രങ്ങളുടെയും സാരഭൂതിയായിട്ടുള്ളവൾ ദേവിയാണ്. വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. ഓരോ നാമത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ നാമം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ ദേവി പ്രസാദമുണ്ടാകുന്നു. അങ്ങനെ നമ്മൾ ദേവിയോട് കൂടുതൽ അടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ജഗദംബയോട് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് ദേവി പ്രസാദം നിർലോഭം കിട്ടുന്നു. അങ്ങനെയുള്ള ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.